അപ്പൊ ഇയാൾ തങ്ങളാണോ അല്ലേ എന്നുള്ളതിന്റെ ആദ്യത്തെ ഉത്തരം അത് ആദ്യം ഞാനാണ് തരികയാണ്. എന്നിട്ട് ബാക്കി വീഡിയോസുകൾ നമുക്ക് കാണാം. അതായത് ആൾ കേരള ജമാലുൽ ലൈലി സാദത്ത് അസോസിയേഷന്റെ അറിയിപ്പാണ്. എന്റെ ഒലക്കന്റെ മൂടാണ് ചങ്ങായി, ഇജ്ജ് പൊരുത്തപ്പെട്ട് വന്നിട്ടുള്ള ഇവിടെ എന്ത് കോപ്പാണ്. നമസ്കാരം. നാറ്റക്കോയ വീണ്ടും വിഡ്ഢിത്തരവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നാറ്റക്കോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറയാം. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, ഇയാൾ തങ്ങളാണ്, ഇയാൾ വിമർശിച്ചാല് ഭയങ്കര ശിക്ഷ കിട്ടും, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അത് വാട്സാപ്പിലും വരാറുണ്ട്, ഫേസ്ബുക്കിലെ കമന്റിലും വരാറുണ്ട്, യൂട്യൂബ് കമന്റിലൊക്കെ വരാറുണ്ട്. ഇയാൾ വലിയ ഔലിയാണ്, തങ്ങളാണ്, ഒലക്കന്റെ മൂടാണ്, തേങ്ങാ കൊലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ 2022 ഓൾ കേരള ജമാലുൽ ലൈലി സാദത്ത് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ തങ്ങന്മാരുടെ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇയാൾ തങ്ങളല്ല എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അവർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. അതിന്റെ മുൻപ് നമുക്ക് ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് വിഡ്ഢിത്തരങ്ങൾ, അതൊന്ന് കേട്ടോക്കുക. എന്നിട്ട് അതിന് മറുപടി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. എന്തായാലും അത് കേട്ടോക്കി. ഏത് തങ്ങളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറയരുത്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളോ. ഇന്ന് ഉസ്താദുമാര് കുറ്റം പറയുന്നതോ ഉസ്താദുമാര് ലൈവിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ്, അവര് സുബ്ഹാനല്ലാഹ് ലൈക്കിന് വേണ്ടിയാണ്. അവര് ആഖിറം പരാജയമാണ്, അവരാഖിറം പരാജയമാണ്. അപ്പൊ ഈ പറയുന്ന നാറ്റക്കോയ പിന്നെ എന്ത് ഒലക്കന്റെ മൂടനാണ് ഈ യൂട്യൂബില് വീഡിയോ ഇടുന്നതും ഈ പറയുന്ന യൂട്യൂബില് മജ്‌ലിസുൻ നൂർ നടത്തുന്നതൊക്കെ? ഒലക്കന്റെ മൂട് തേങ്ങാക്കൊല പീങ്ങിയതാണോ ഈ പറയുന്ന യൂട്യൂബിൽ നിന്ന് ഈ പറയുന്ന നാറ്റക്കോയക്ക് കിട്ടുന്നത്? ആണോ? ഒലക്കന്റെ മൂടാ കിട്ടുന്നത്? അതിന് ഈ നാറ്റക്കോയക്കും കിട്ടുന്നത് കായ് തന്നെയല്ലേ? വേറെ ഉസ്താദ്മാര് ചെയ്യണത് മാത്രം കായ്ക്കും വേണ്ടിയിട്ട് നാറ്റക്കോയ ചെയ്യണത് മാത്രം തേങ്ങാക്കൊലന്റെ മൂട് പീങ്ങിയത് കിട്ടാനേക്കരം അല്ലേ? തങ്ങന്മാര് എന്താ പറയാ, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ആളുകൾ തന്നെയാണ് യഥാർത്ഥ തങ്ങന്മാര്. അന്നെപ്പോലെയുള്ള തട്ടിപ്പുകാരെ മാത്രം ബഹുമാനിക്കൂല, അന്നെപ്പോലെയുള്ള തട്ടിപ്പുകാരെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും വേണ്ട. അപ്പൊ ഇയാൾ തങ്ങളാണോ അല്ലേ എന്നുള്ളതിന്റെ ആദ്യത്തെ ഉത്തരം അത് ആദ്യം ഞാനാണ് തരികയാണ്. എന്നിട്ട് ബാക്കി വീഡിയോസുകൾ നമുക്ക് കാണാം. അതായത് ആൾ കേരള ജമാലുൽ ലൈലി സാദത്ത് അസോസിയേഷന്റെ അറിയിപ്പാണ്. 4/4/2022 ഇറങ്ങിയതാണ്. ഇത് വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്താ അറിയോ? വീണ്ടും ഇത് പറയിപ്പിക്കാണ്. എന്തായാലും ആ ഉത്തരവ് നമുക്കൊന്ന് വായിക്കാം. പാലക്കാട് ജില്ലയിലെ മേലെ കൊടക്കാട് താമസിക്കുന്ന ഹാമിദ് നാറ്റക്കോയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ നാറ്റക്കോയ എന്നേ വായിക്കുള്ളൂ, എന്ന പേരിൽ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയെ നേരിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജമലുൽ ലൈലി കബീല അല്ലെന്നും ജമലുൽ ലൈലി കുടുംബവുമായി യാതൊരു ബന്ധവുമില്ലെന്നും അന്വേഷണ സംഘത്തിന് വ്യക്തമായി. ഈ ഒരു കുടുംബവുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു അംഗത്വം ഉണ്ടെന്നുള്ളതോ ഒന്നും ഇല്ല എന്നുള്ളത് അന്വേഷണ സംഘത്തിന് വളരെ വ്യക്തമായിട്ടുണ്ട്. ജമലുൽ ലൈലി കബീലയാണെന്ന് തെളിയിക്കുന്ന യാതൊരു തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ ആയിട്ടില്ല. പ്രസ്തുത വ്യക്തിക്കും ജമലുൽ ലൈലി ആണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അവരെ നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഓൾ കേരള ജമലുൽ ലൈലി അസോസിയേഷൻ എല്ലാ വിശ്വാസികളെയും അറിയിക്കുന്നു. അതായത് ഇയാൾ ജമലുൽ ലൈലി ആണ്, തങ്ങളാണ് എന്നുള്ളത് ഇയാൾക്ക് ഈ പറയുന്ന അന്വേഷണ സംഘത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല 2022. പിന്നെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പൊ എല്ലാവരും മനസ്സിലാക്കാനുള്ളത് ഒരൊറ്റ കാര്യമുള്ളൂ, ഇയാൾ പക്കാ ഉടായിപ്പാണ്, ഇയാൾ തങ്ങളല്ല എന്നുള്ളത് ഈ പറയുന്ന ജമലുൽ ലൈലിയുടെ അസോസിയേഷൻ തന്നെ പറഞ്ഞ കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്തായാലും ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടെ നമ്മളുടെ നാറ്റക്കോയ പറയുന്നുണ്ട്, അതുകൂടെ കേൾക്കുക. പിന്നെ കുറിച്ചിട്ട് 1-2 മൊയ്ലിമാരൊക്കെ ഇത് കിട്ടു. അല്ലാ, നാളെ ഖാലിഖായ പടച്ചിറപ്പ്, നാളെ ഖാലിഖായ പടച്ചിറപ്പ് കൊടുക്കും. നമ്മളെ വല്യപ്പാനോട് നമ്മളെ സങ്കടങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അവർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല. ആരൊക്കെ എന്നെ വേട്ടയാടിയോ, എന്നെ കുറിച്ച് എഴുതിയോ, അവർക്കും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ ഒലക്കന്റെ മൂടാണ് ചങ്ങായി, ഇജ്ജ് പൊരുത്തപ്പെട്ട് വന്നിട്ടുള്ള ഇവിടെ എന്ത് കോപ്പാണ്, എന്ത് തേങ്ങ വരാൻ ഇജ്ജ് പൊരുത്തപ്പെട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാല് പൊരുത്തപ്പെട്ട് തരില്ല. ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് എത്ര വലിയ ശത്രുവാണെങ്കിലും അവന് പൊരുത്തപ്പെട്ട് കൊടുക്കണം. അവന്റെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് പൊരുത്തപ്പെട്ട് കൊടുക്കണം എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ പൊരുത്തം കിട്ടിയിട്ട് ആളുടെ ഇവിടെ ഒലക്കന്റെ മൂടുണ്ടാക്കാന്, എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു ഇൻഷാ അല്ലാഹ് പടച്ചോന് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂടെ ഒരു ഇൻഷാ അല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ആയി. ഇയാളെ പൊരുത്തം കിട്ടിയിട്ട് വേണം ഞമ്മക്കൊക്കെ സ്വർഗത്തിൽ എത്താന് അല്ലേ? എന്റെ പൊരുത്തം എല്ലാന്ന് വെച്ചിട്ട് ഇവിടെ ഒരു കോപ്പും വരാൻ പോണില്ല. ആ പൊരുത്താണ് വേണ്ടതാനും. എന്റെ ഒക്കെ തട്ടിപ്പൂടായ്പും ഇതുപോലെ തുറന്നു കാണിക്കും, അതിൽ ഒരു സംശയമല്ല. എന്തായാലും ബാക്കി ഊണി നിങ്ങൾ ആരും
നിങ്ങൾ ആരും ഒരു അഹ്ലു ബൈത്തിന് കുറ്റം പറയും. ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളെ നാട്ടില് തങ്ങന്മാരുണ്ടാവും അല്ലോ. ആ പാപങ്ങൾ ചിലപ്പോ കൂലിപ്പണിക്ക് പോണ ആൾക്കാരായിരിക്കും. നിവൃത്തികേട് കൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും. ഓളെ അവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരമക്കളാണ്. കുറ്റം പറയരുത്. അവരെ സ്നേഹിക്കണോ, അവരെ ബഹുമാനിക്കണോ, അവരാദരിക്കണോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ തങ്ങന്മാരുണ്ട്, മൂല്യന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, ഈ പറയുന്ന ഒരുപാട് തങ്ങന്മാരുണ്ട്. അവരൊന്നും ഞങ്ങൾ ആരും എന്ത് ചെയ്യാൻ നിൽക്കണില്ല, വിമർശിക്കാൻ നിൽക്കണില്ല. ഈ നാറ്റക്കോയ പറഞ്ഞതുപോലെ അവരുടെ പ്രാരാബ്ധം മൂലം അവര് നല്ല രീതിയിൽ അന്തസ്സായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് തങ്ങന്മാരുണ്ട്. ഒരുപാട് ചികിത്സകൾ നല്ല രീതിയിൽ നടത്തുന്ന ആളുകളുമുണ്ട്. ഖുർആനിലേത് നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ ചികിത്സകൾ നടത്തുന്ന നല്ല നല്ല തങ്ങന്മാരും ഞങ്ങളുടെ ഒക്കെ നാടുകളിലുണ്ട്. അവരൊന്നും ഞങ്ങൾ ആരും വിമർശിക്കാൻ പോകുന്നില്ലല്ലോ. അതെന്താ ഞങ്ങൾ ആരും അവരെ വിമർശിക്കാൻ പോവാത്തത്? കാരണം അവരാരും ഈ പറയുന്ന നാറ്റക്കോയെ പോലെ ഉഡായിപ്പ് നടത്തി ജീവിക്കുന്നവരല്ല. അവരൊക്കെ അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. നല്ല അന്തസ്സുള്ള തങ്ങന്മാരാണ്, നല്ല അന്തസ്സുള്ള മൂല്യന്മാരാണ്. ഇതുപോലെ ഉഡായിപ്പ് നടത്തുന്ന തങ്ങന്മാരായാലും മൂല്യന്മാരായാലും ആരായി കഴിഞ്ഞാലും അവർക്കൊക്കെ എതിരെ നല്ല അന്തസ്സായി നിന്നുകൊണ്ട് പ്രതികരിക്കും ഞങ്ങളൊക്കെ. കാരണം എന്താണെന്നറിയോ? അന്നെപ്പോലെയുള്ള ആളുകൾ തട്ടിപ്പ് നടത്തി ജീവിക്കുമ്പോ നീയൊക്കെ പറയുന്ന സമൂഹത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളെയുമാണ് ജനങ്ങൾ പരിഹാസത്തോടെ നോക്കുന്നത്. മനസ്സിലായോ? ഇതിലൊക്കെ അനുഭവിക്കുന്നത് ഈ പറയുന്ന ഒരു വിഭാഗം ജനങ്ങളാണ്. ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളെ ജനങ്ങൾക്ക് മുൻപിൽ ഞങ്ങളൊക്കെ തുറന്നു കാണിക്കും. തുറന്നു കാണിക്കുന്നത് എന്തിനാണെന്നറിയോ? ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ വിഡ്ഢികളായി ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് അന്തസ്സോട് കൂടിയിട്ട് നെഞ്ചും വിരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങളൊക്കെ ശബ്ദിക്കുന്നത്. കാരണം അന്നെ പോലെയുള്ള ഉഡായിപ്പ് നടത്തി ജീവിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒക്കെ കടമയാണ്. അതിൽ കുറെ തങ്ങന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ കടക്കും, അല്ലെങ്കിൽ തങ്ങന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ പൊരുത്തം തരില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പേടിച്ചു കാണ്ട് മണ്ടി ബാക്കൊക്കെ പോകുന്നൊക്കെ കരുതുന്നുണ്ട് എന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഈ നാറ്റക്കോയന്റെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാണ് എന്നേ പറയാനുള്ളൂ. ഇവിടെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാൻ വന്നിട്ടൊന്നും കാര്യമില്ല. അതിലൊന്നും ഇവിടെ ആരും പേടിക്കാൻ പോണില്ല. അപ്പോ പറയാനുള്ള കാര്യങ്ങൾ, ഈ നാറ്റക്കോയയുടെ തട്ടിപ്പുകൾ വളരെ വിശദമായിട്ട് തുറന്നു പറയും. ഈ പറയുന്ന നാറ്റക്കോയയുടെ തട്ടിപ്പുകളും ഉഡായിപ്പുകളും കണ്ടു കഴിഞ്ഞാൽ ഇനിയും അത് ജനങ്ങൾക്ക് മുൻപിൽ എത്തിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് പണം കൊടുത്ത് ഒതുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ കൊണ്ട് സൈബർ ആക്രമണം നടത്താനോ മറ്റുള്ള ആളുകളെ കൊണ്ട് മറ്റുള്ള രേഖകൾ കൊണ്ടുവന്നിട്ട് തങ്ങളാണെന്ന് തെളിയിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. നീ ഒരു ഉഡായിപ്പാണെന്നുള്ളതും നീ ഒരു തട്ടിപ്പുകാരനാണ് എന്നുള്ളതൊക്കെ എന്നെ പോലെയുള്ള ഒരുവിധം ആളുകൾക്കെല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ബോധ്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉഡായിപ്പ് നിർത്തിയിട്ട് നല്ല രീതിയിൽ മറ്റുള്ള ആളുകളെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇയാളൊക്കെ വിശ്വസിക്കാണ്ട് ഇയാളൊക്കെ അടുത്ത് പോയിട്ട് ചികിത്സകൾ ചെയ്യുന്ന വിഡ്ഢികളായ ജനങ്ങളെ നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, സ്വന്തം ശരീരവും സ്വന്തം പണവും നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.